ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ 2025-26 അധ്യയന വർഷം അക്കാദമിക് ഇയറിൽ ബയോളജി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന പ്രിയ മക്കളോട് പറയാനുള്ളൊരു കാര്യം, ബയോളജിയുടെ ഒരു അനാലിസിസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നുള്ള രീതിയിലാണ് സയൻസ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സെക്ഷൻ എ ആണ് നമ്മുടെ ബയോളജി വരുന്നത്. സോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതിൽ വഴി 2025-26 നമുക്ക് വരാനിരിക്കുന്ന ബോർഡ് എക്സാമിനേഷനിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായി ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ, എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന ഒരു വിശദമായി തന്നെയുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കയ്യിൽ കരുതി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ അക്കാദമിക് ഇയറിൽ ഏത് രീതിയിൽ നമ്മൾ ബയോളജിയെ അഭിമുഖീകരിക്കണം, ഏത് രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ കൈവരിക്കുന്നതായിരിക്കും. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. സോ ആദ്യം തന്നെ സാറിൻ്റെ കയ്യിൽ കുറച്ച് പോയിന്റ്സ് സാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തത് വഴി കുറച്ച് പോയിന്റ്സ് സാറിന് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ലൈഫ് പ്രോസസ്സസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി, അതുപോലെ തന്നെ അവർ എൻവിറോൺമെൻറ്റ്. എല്ലാ ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ റിക്വയർഡ് പ്രൊപ്പോർഷനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ, എത്ര വെയിറ്റേജ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി എന്ത് ചെയ്യണം, കാണണം. സോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ നമ്മളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ലെവലിലുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഈസി ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ കാണുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 4, ക്വസ്റ്റ്യൻ 6 ആൻഡ് ക്വസ്റ്റ്യൻ 7 ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ വരുമ്പോൾ മോഡറേറ്റ് ലെവലിൽ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3, 5, 8, 10, 15 തുടങ്ങിയ ചോദ്യങ്ങൾ അത്യാവശ്യം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബൈഹാർട്ടിലൂടെ പഠിക്കാതെ, പല ആളുകളും ചെയ്യുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് സയൻസ് വിഷയങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത്. സയൻസ് വിഷയങ്ങൾ നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്കറിയാം, സയൻസ് ഈസ് ഓൾ അബൌട്ട് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. സോ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത നമ്മൾ മോഡറേറ്റ് ലെവൽ ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 8, 9 അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ, അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോയാൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഹയർ ഓർഡറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഔട്ട് ഓഫ് ബോക്സ് നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യം അവിടെയുണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സിൻ്റെ പ്രോബ്ലം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 14. ദെൻ ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളോട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞിരിക്കുന്ന ഹയർ ഓർഡർ തിങ്കിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമുക്കൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഡയഗ്രാം നമ്മളവിടെ വരയ്ക്കേണ്ടതായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഡയഗ്രാംസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. സാധാരണ രീതിയിൽ ലേബൽ ചെയ്യാനൊക്കെയാണ് ചോദിക്കാറെങ്കിൽ, അല്ലെങ്കിൽ ലേബൽ ചെയ്ത ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറാണ് പതിവുള്ളതെങ്കിലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് വരയ്ക്കാനുള്ളൊരു ചോദ്യം പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് വരാനിരിക്കുന്ന അപ്കമിങ് എക്സാമിന് ചിത്രങ്ങൾ വരയ്ക്കാനും ചോദിക്കാം എന്നുള്ളൊരു സൂചനയാണ്. സോ ചിത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വരയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഞാൻ പറഞ്ഞു, അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനും കൺസെപ്ച്വൽ തിങ്കിങ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ ഈ ചോദ്യ പേപ്പറിൽ കാണാനിടയായിട്ടുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്സിജൻ അവൈലബിലിറ്റി ഇൻ മസിൽ സെൽ, മസിൽ ക്രാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായും ജീൻ എൻസൈം റിലേഷൻഷിപ്പ് നമ്മളൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അത് മികച്ചൊരു ചോദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് ആണ്, ചിലത് മോഡറേറ്റ് ആണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിക്ക് മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കുമെങ്കിലും ചില ചോദ്യങ്ങൾ ചലഞ്ചിങ് ആണ്. അപ്പോൾ ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ
നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ അനിവാര്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മികച്ച രീതിയിൽ ആൻസർ ചെയ്തുകൊണ്ട് മികച്ച മാർക്ക്, മികച്ച ഗ്രേഡ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സാം ഇതാ വരാനിരിക്കുകയാണ്. സോ നമുക്കിനി അധികം സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്തതാണ്. സോ മികച്ച രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച വിജയം നേടാൻ പറ്റുള്ളൂ എന്ന് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും സൈലം അന്നും എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ വളരെ ഈസി ആയിട്ട് തന്നെ കൺസെപ്റ്റ് ഒക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായി സോൾവ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് സൈലത്തിൻ്റെ അസ്ത്ര എൻഡ് ഗെയിം ബാച്ച്. സോ എൻഡ് ഗെയിം ബാച്ചിൽ ചുരുങ്ങിയ സമയത്തിൽ വളരെ എഫക്റ്റീവായി സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക്കലി തന്നെ ഓരോ ഏരിയാസും വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രക്ചർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതെങ്ങനെ എഴുതണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഈ എൻഡ് ഗെയിമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് വർക്ക്ഷീറ്റ്. കൃത്യമായി നിങ്ങൾക്ക് ഓരോ സമയത്ത് വർക്ക്ഷീറ്റ് തന്ന് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അതിന് മുന്നേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അത് കണ്ടുകൊണ്ട് പഠിച്ച് നിങ്ങൾ ആ വർക്ക്ഷീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിസ്കഷനും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് സ്ട്രോങ് ആണോ ഒക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടി ഇവിടെയുണ്ട്. ഇനി അഥവാ നിങ്ങൾ വീക്കായി പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കൺസെപ്ച്വൽ സ്ട്രെങ്ത് കൂട്ടാനും ഈ ഒരു ബാച്ച് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. മക്കളെ, ഈ ഒരു ഫസ്റ്റ് ഫേസ് എക്സാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം CBSE 2 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടത്തുന്നത്. ഫസ്റ്റ് ഫേസ് എക്സാമിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ബാച്ച്, നിങ്ങളുടെ സെക്കൻഡ് ഘട്ടം എക്സാമിനേഷൻ കൂടി നമ്മുടെ ആക്സസ്, ഈ ബാച്ചിൻ്റെ ആക്സസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ അവസാനം, അതായത് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസാനം വരെ, നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ പഠനത്തിൻ്റെ അവസാനം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ പഠിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾക്കും ആരെങ്കിലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അവരെ പോലെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കാം. ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. അടിച്ചു പൊളിച്ച് പഠിക്കാം, മികച്ച വിജയം നേടാം സൈലത്തിനൊപ്പം.